ന്യൂ ഇയർ വരുന്നു, അല്ലെ ക്രിസ്മസ് വരുന്നു, ഓണം വരുന്നു, നല്ലോണം തിന്നൂട് മോനെ, പോയിക്കെല്ലാം ഭയങ്കര ബലിയാണ്, എന്റെ ചന്തിമെന്ന് കുറച്ച് ഇറച്ചി അരിയാന്ന് വെച്ചിട്ട് മക്കളെ പോയിട്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ ആരും തന്നെ നമ്മളെല്ലാവരും ചേർന്നവരെക്കാൾ പ്രഗത്ഭരല്ല. ഇപ്പൊ 10ന്റെ വിചാരം ഞാൻ 9നേക്കാൾ വലുതാണ്. പക്ഷേ 1 മുതൽ 9 വരെ ഒന്നിച്ച് നിന്നാ 10 ചെറുതാവില്ലേ? 1, 2, 3, 3, 6, 4, 10, 5, 15, 6, 21, 7, 28, 8, 36, 9, 45 10 ചെറുതായോ? ഒരു നാട്ടുകാരൊരു മനസ്സാവണം. പാർട്ടി വേറെ ഉണ്ടാവും, മതം വേറെ ഉണ്ടാവും, ജാതി വേറെ ഉണ്ടാവും, സാമ്പത്തിക ശേഷി വേറെ ഉണ്ടാവും, ജോലി വേറെ ഉണ്ടാവും. പക്ഷെ ഒരു നാട്ടുകാർ ഒരു മനസ്സാവണം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകൃത്തിൻ ജില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. ബഹുമാന്യനായ അധ്യക്ഷൻ, ലക്ഷ്യം റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ വേണു പൂന്തോട്ടത്തിൽ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത എന്റെ സുഹൃത്തും ഈ പ്രദേശത്തെ ഒരു വലിയ സ്ഥാപനത്തിന്റെ ചെയർമാനുമായ ശ്രീ രമേശേട്ടൻ, ഇവിടെ വേദിയിൽ ഇരിക്കുന്ന വാർഡ് മെമ്പർ ശ്രീമതി രമ്യ PM, സ്വാഗത പ്രസംഗം നടത്തിയ ജിതേഷ് KP, നന്ദി പറയുന്ന അരവിന്ദൻ മാസ്റ്റർ, ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ ബഹുമാന്യരെ, ഇവരുടെ പേരൊന്നും നോട്ടീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആളെ പേര് എനിക്കറിയില്ല. ഈ സദസ്സിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നാദാപുരം റോഡിലെ ലക്ഷ്യം എന്ന പേരിൽ പ്രവർത്തിച്ചു വരുന്ന റെസിഡൻസ് അസോസിയേഷന്റെ 5ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ നോക്കുമ്പോ ഇടതുപക്ഷം പക്ഷാഘാതവും, നിങ്ങൾ നോക്കുമ്പോൾ വലതുപക്ഷം പക്ഷാഘാതവും വന്നിട്ടുള്ളത്. കാരണം ഇങ്ങേപ്പുറത്തെ കസേരയിലൊന്നും ആളില്ല, ഇന്നാണെങ്കിൽ ഫുൾ ആളുണ്ട്. സംഘാടകരുടെ എണ്ണം കൂടിയതുകൊണ്ട് എല്ലാവരും ബാഡ്ജും കുത്തിയിട്ട് പുറത്ത് റോഡിൽ നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഈ കസേര അവർക്ക് വേണ്ടി വെച്ചു വിട്ടതായിരിക്കാം. ഏതായാലും ഇങ്ങനെ ഒരു ഞായറാഴ്ച നിങ്ങളെല്ലാവരും നമ്മുടെ നാട്ടുകൂട്ടായ്മ, എന്ന നാട്ടിൽ ഇങ്ങനെ പറയാം ഇടവല എന്ന്, ഇടവലക്കാരെന്നിവിടെ പറയാം. ഇടവലക്കാരെന്ന് പറഞ്ഞാൽ ഇടത്തും വലത്തുള്ളവര്. അപ്പോ ചില ആൾക്കൊരു സംശയം വരും, മുമ്പിലും ബേക്കിലോ? അവരിടവലക്കാരാവാൻ തിരിഞ്ഞു നിന്നാൽ മതി, അവരിടവലക്കാരാവും. മനസ്സിലായി? അത്തരത്തിൽ അയൽപ്പക്ക കൂട്ടായ്മ, അയൽപ്പക്കം എന്ന വാക്കിന്റെ ഉത്ഭവം പണ്ട് മതിലുകളില്ലാത്ത കാലത്ത് 2 വീടുകൾ അടുത്തു നിൽക്കുമ്പോ ഈ അയല് കെട്ടുണ്ട്. തുണിയാറിയിടാൻ അയലില്ല. അയല് കെട്ടാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലെ തൂണുമെന്നോ അല്ലെങ്കിൽ ജനൽമെന്നോ ഒരു ചരട് കെട്ടിയിട്ട് വലിച്ച് അങ്ങേ വീട്ടിലെ തൂണുമലോ ജനൽമലോ കെട്ടു. അത്ര അടുത്ത വീട്. പക്കം എന്ന് പറഞ്ഞാൽ അടുത്ത്. അയല് കെട്ടാനുള്ള അടുത്തുള്ള വീടിനാണ് അയൽപ്പക്കം എന്ന് പറയുന്നത്. മനസ്സിലായി? അങ്ങനെയാണ് അയൽപ്പക്കം എന്ന വാക്കുണ്ട്. അപ്പൊ അയൽപ്പക്കക്കാരെല്ലാം ഒത്തുചേർന്നിട്ട്, സാധാരണ പണ്ട് ഒത്തുചേരാൻ ഇങ്ങനെ നോട്ടീസും പന്തലൊന്നും വേണ്ട, ഒത്തുചേരാൻ ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കല്യാണമോ ഒരു വീട്ടിൽ കൂടലോ അല്ലെങ്കിൽ ഒരു മരണമോ അല്ലെങ്കിൽ ജനനമോ എന്ത് നടന്നാലും 2-3 ദിവസം നാട്ടുകാരും വീട്ടുകാരും ഒത്തുചേരുമായിരുന്നു. ഇപ്പൊ ഒത്തുചേരണമെങ്കിൽ ഇങ്ങനെ ബോധപൂർവം നോട്ടീസ് അടിച്ച് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് ഒത്തുചേരണം. ഈ ഒത്തുചേരുന്നത് എന്തിനാണ്? ഇവിടെ കുറച്ചാൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കുറച്ചാളെ സംഘടിപ്പിക്കുക, ഒരു പരിപാടി നടത്തിയിട്ട് കുറച്ചാൾക്ക് പ്രസംഗിക്കാൻ ഒരു ചാൻസ് എന്ന മട്ടിലാണ് ഇതൊക്കെ എന്ന് ധരിക്കുന്ന ചില ആളുകളെങ്കിലും ഉണ്ട്. മനുഷ്യന്റെ പ്രത്യേകത, മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ ഇന്ന് നേടിയ നേട്ടങ്ങളൊന്നും തന്നെ നമ്മൾ ആരും ഒറ്റക്കുണ്ടാക്കിയതോ കണ്ടുപിടിച്ചതോ അല്ല. എല്ലാ നേട്ടങ്ങളും ഒരു പറ്റം ആളുകളുടെ കൂട്ടായ്മയിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ആരും തന്നെ നമ്മളെല്ലാവരും ചേർന്നവരെക്കാൾ പ്രഗത്ഭരല്ല. ഈ വാക്കൊന്നുകൂടി ഓർക്കുക. നമ്മൾ ആരും തന്നെ നമ്മളെല്ലാവരും ചേർന്നവരെക്കാൾ പ്രഗത്ഭരല്ല. ഇപ്പൊ 10ന്റെ വിചാരം ഞാൻ 9നേക്കാൾ വലുതാണ്.
8 വലുതാണ് 7, 6, 1 മുതൽ 9 വരെയുള്ളതിനേക്കാൾ വലുതാണ് 10 എന്നാണ് 10 വിചാരിക്കുന്നത്. പക്ഷേ 1 മുതൽ 9 വരെ ഒന്നിച്ച് നിന്നാ 10 ചെറുതാവില്ലേ? 1, 2, 3, 3, 6, 4, 10, 5, 15, 6, 21, 7, 28, 8, 36, 9, 45 10 ചെറുതായോ? നമ്മളെല്ലാവരും ചേർന്നിട്ടാണ് ഈ ലോകത്ത്, കൂട്ടായ്മയിലൂടെയാണ് പ്രകൃതിയും മനുഷ്യനും എല്ലാ ജീവജാലങ്ങളുമുള്ള പാരസ്പര്യ ബോധബന്ധത്തിലൂടെയാണ് ഈ ലോകത്ത് നമ്മളെല്ലാം നേട്ടമുണ്ടായത്. നിങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജൻ പുറത്തേക്ക് വിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡായി മാറുന്നുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉച്ഛ്വാസവായുവിലൂടെ പുറത്തുവിട്ട് ഈ ഭൂമി മുഴുവൻ എപ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത്? അന്ന് ഈ ഭൂമി എല്ലാ ജീവജാലങ്ങളും ശ്വാസം മുട്ടി മരിക്കുന്നു. കാർബണിന്റെ അളവ് അല്പം കൂടുമ്പോഴേക്കും ആഗോളതാപനവും മേഘസ്ഫോടനവും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടവും ഉണ്ടാകുന്ന കാണുന്നില്ലേ? എന്നാൽ ആ കാർബണിനെ വലിച്ചെടുത്തിട്ട് വീണ്ടും ഓക്സിജനാക്കി തരുന്ന ഈ സസ്യലതാദികളോട് നമ്മൾക്ക് നന്ദി വേണ്ടേ? അവരും ചേർന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവൻ നിലനിൽക്കില്ല. സൂര്യന്റെ പ്രകാശത്തെ നേരിട്ട് ഭക്ഷണമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ എല്ലാം ഊർജത്തിന്റെ ഉറവിടം സൂര്യപ്രകാശമാണ്. ആ സൂര്യപ്രകാശത്തെ ഞാനിപ്പം പ്രസംഗിക്കുന്ന എന്റെ തൊണ്ടയിലെ ശബ്ദോർജമാക്കി മാറ്റിയെടുക്കുന്നതിന്റെ പുറകിൽ എത്രയെത്ര ആളുകൾ പണിയെടുത്തിട്ടുണ്ട്, എന്തെല്ലാം മൃഗങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് അറിയുമോ? കഴിഞ്ഞ കൊല്ലം ആന്ധ്രയിൽ ഉദിച്ച സൂര്യന്റെ പ്രകാശോർജമാണിപ്പോൾ എന്റെ കണ്ഠത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നത്. ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ കാളകളെ കൂട്ടിയിട്ട് നിലം ഉഴുതുമറിച്ചിട്ട് ആ കാളകളെ പൂട്ടി ഉഴുതുമറിച്ച നിലത്ത് കർഷകരും തൊഴിലാളികൾ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തെ ഏറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോ സിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിന്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് ആ കതിരുകൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിൽ കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഹൈദരാബാദ് ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയാൽ സെക്കന്ദരാബാദ്, വിജയവാഡ, സേലം, ഈറോഡ്, കോയമ്പത്തൂര്, പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂര്, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂര്, താനൂര്, പരപ്പനങ്ങാടി, ഫറൂഖ്, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, മാഹിപ്പാലം, തലശ്ശേരി, മുഴപ്പിലങ്ങാട് FCI ഗോഡൌണിൽ കൊണ്ടുവന്ന് അവിടുന്ന് കൂത്തുപറമ്പെന്ന് കൊട്ടിയൂരേക്ക് പോകുന്ന വഴിയിൽ ചിറ്റാരിപ്പറമ്പിലെ കാഞ്ഞാമ്പാസുവിന്റെ റേഷൻ കടയിൽ കൊണ്ടുവന്ന അരി എന്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടിട്ട് അരിച്ചിട്ട് ചുട്ട 4 നൂൽപ്പിട്ട് ഞാൻ രാവിലെ തിന്നതിന്റെ ഊർജം കൊണ്ടാ എന്റെ തൊണ്ടയിൽ ഒച്ച നിങ്ങൾ കേൾക്കുന്നത് അല്ലേ? ഇതെല്ലാം നമ്മൾ ആരും ഒറ്റയ്ക്ക് ചെയ്തതാണോ? അല്ല, എല്ലാവരും ചേർന്നതാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് ഞാനാണ് വലുത്, ഞാൻ മാത്രം മതി എന്ന ബോധം ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് കൂട്ടായ്മകൾ ഉണ്ടാവണം. ആ കൂട്ടായ്മകളിലൂടെ മനുഷ്യന്റെ രസതന്ത്രം, മനുഷ്യനും ചേരുന്ന ഒരു രസതന്ത്രമുണ്ട്. ആ രസതന്ത്രത്തെയാണ് വളർത്തിയെടുക്കേണ്ടത്. മനുഷ്യനും ചേരുന്ന ഒരു രസതന്ത്രം. ആ രസതന്ത്രം തമ്മിൽ അടിക്കാനും കൊല്ലാനുമല്ല. എപ്പോഴാണ് മനുഷ്യനായത്? 2 പട്ടിക്കുട്ടികൾക്ക് ഒരു മാംസകഷ്ണം കിട്ടിയാൽ പകുതി മുറിച്ച് നീ എടുത്തോ പകുതി എനക്കും തന്നേന്ന് പറയാൻ ഒരു പട്ടിക്കും മലയാളം അറിയില്ല. പകുതി എന്നോ നീ മുറിച്ചോ എന്നോ ഒന്നും പറയാൻ അറിയില്ല. അവയ്ക്ക് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, കയ്യൂക്കുള്ള കാര്യക്കാരൻ അടികൂടിയിട്ട് ആരാണോ വിജയിക്കുന്നത് അത് കൊണ്ടുപോകും. എന്നാൽ മനുഷ്യന് ഭാഷ തന്നത് പകുതി മുറിക്കാനും പങ്കുവെക്കാനും സ്നേഹിക്കാനും ഒക്കെയാണ്. അവിടെയാണ് മനുഷ്യൻ സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹി തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹി എന്നൊരു ശ്ലോകം കേട്ടിട്ടില്ലേ? ഈ ശ്ലോകം ഒരു മതത്തിൻ്റെതല്ല. കാരണം ഈ ശ്ലോകം എഴുതുമ്പോ ഹിന്ദുമതം ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ. ശാന്തി മന്ത്രം ഉണ്ടാകുന്ന കാലത്ത് ഹിന്ദുമതം ഇല്ല. അങ്ങനെ ഒരു മതത്തിന്റെ പേര് ആർക്കും അറിയില്ല. സഹ എന്ന് പറഞ്ഞാൽ സഹകരണം, ഒരുമിച്ചാണ്. ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സഹകരണ സംഘം ഇവിടെയുണ്ടല്ലോ. ഊരാളുങ്കൽ സൊസൈറ്റി. ഒരുമിച്ചാണ് മനുഷ്യലോകം വളർന്നത്. ഒരുമിച്ച് ഒത്തുചേർന്നിട്ട് ചിന്തിക്കുക, പഠിക്കുക. അതാ ഇപ്പൊ നമ്മൾ നടക്കുന്നത്. ഇപ്പൊ എല്ലാവരും ഒത്തുചേർന്നിട്ട്, ഞാനിപ്പോ പറയുമ്പോ നിങ്ങൾ വെറുതെ കേൾക്കുകയല്ലല്ലോ, ഞാൻ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ കൂട്ടമായി നമ്മൾ ചിന്തിക്കുകയാണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. അവവധുവാണ്.
എന്നിട്ട് അതിലെന്തെങ്കിലും തിന്നാനും കൊടുക്കാനുണ്ടെങ്കിൽ, എന്തോ നല്ല കാര്യമുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മുടെ സ്വാംശീകരിക്കുക. അതാണ് സഹനോ ഭുനത്തു. അങ്ങനെ പഠിച്ച കാര്യം വെച്ചിട്ട് വേണം മനുഷ്യൻ തന്റെ പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നത്. സഹവീര്യം കരവാവകൈ. അതിലൂടെ നമ്മുടെ ചിന്തയുടെയും കർമ്മത്തിന്റെയും വീര്യം കർമ്മമായിട്ട് മാറ്റണം. അതാണ് സഹവീര്യം കരവാവകൈ. ഈ പ്രക്രിയ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രകാശം ഉണ്ടാകും. ഈ പ്രകാശമാണ് മനുഷ്യന്റെ പ്രകാശം. പുറത്തെ പ്രകാശം വളർന്നതുകൊണ്ട് മാത്രം ഭാരതത്തിൽ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയത് ഏതാ? രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, അഷ്ടാദശ പുരാണങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, വേദാന്തമുണ്ട്, ആയുർവേദ ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് അഭിമാനപൂർവ്വം അവതരിപ്പിക്കുന്ന കാലത്ത്, ഇതൊന്നും എഴുതുന്ന കാലത്ത് കരണ്ടില്ല, ബൾബില്ല, LED ഇല്ല, CFL ഇല്ല. അവരെല്ലാം ഓടലെണ്ണ കത്തിച്ചിട്ടുള്ള തിരി കത്തിച്ചിട്ട് അതിന്റെ വെളിച്ചത്തിൽ നോക്കിയിരുന്നിട്ടാണ്, അകത്ത് വെളിച്ചം വർദ്ധിപ്പിച്ചതാണ് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയത്. ഇന്ന് പുറത്തെന്താ ലൈറ്റ്? എത്രയാ LED, എത്രയാ CFL? ഈ പുറത്ത് വെളിച്ചം കൂടുമ്പോ അകത്ത് വെളിച്ചം കൂടുന്നോ കുറയുന്നു? അതാ ചോദ്യം. പുറത്ത് അന്ധകാരമായാലും അകത്ത് വെളിച്ചമുണ്ടായാൽ മതി എന്നാണ് ഇവിടുത്തെ നിങ്ങളുടെ റെസിഡൻസ് അസോസിയേഷന്റെ വളണ്ടിയർമാര് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞൊരു സന്ദേശം. എന്താ? പുറത്ത് ഞങ്ങൾ കറുത്ത കുപ്പായം ഇട്ടാലും അകത്ത് ഞങ്ങൾക്ക് വെളിച്ചമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് അവർ കറുത്ത കുപ്പായം ഇട്ടത്. പുറത്തെ വെളുപ്പല്ല പ്രധാനം, അകത്ത വെളുപ്പാണ്. പുറത്ത് കറുത്തിട്ടായാലും പ്രശ്നമില്ല. മഹാത്മാഗാന്ധി പുറത്ത് വെളുത്തിട്ടല്ലല്ലോ. എന്നിട്ട് വെള്ളക്കാരെ, പുറത്ത് വെളുത്തവരെ മുട്ടുകുത്തിച്ചത് എങ്ങനെയാ? അകത്ത വെളിച്ചമല്ല. പുറത്തെ ലൈറ്റ് അല്ല, നിങ്ങൾ ഇടുന്ന പൗഡർ അല്ല, നിങ്ങൾ ഇടുന്ന റോസ് പൗഡർ ഒന്നും അല്ല പ്രധാനം. നിങ്ങൾ അകത്ത് വെളിച്ചം, അതാണ് തേജസ്വിനാവധീതമസ്തു. ഈ വെളിച്ചം ഉണ്ടാകണേ എന്നാണ് ഭാരതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? നമ്മളിപ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ദൈവമേ എനിക്ക് അത് വാങ്ങിത്തരണേ, ഇത് വാങ്ങിത്തരണേ, എനിക്ക് SSLC ജയിപ്പിച്ചേരണേ, ദൈവം പേപ്പർ വാല്യുവേഷന് പോണേ എന്നാണ്. SSLC ജയിപ്പിച്ചേരാൻ ദൈവം പോയിട്ട് പേപ്പർ വാല്യുവേഷൻ നടക്കും. എന്റെ നാട്ടിൽ ഒരു ചങ്ങായി, ഒരു ചുമട്ടുകൂലായി, ഒരു കൊല്ലം മുമ്പ് ആത്മഹത്യ ചെയ്തു. എന്തിനാ ഇവൻ ആത്മഹത്യ ചെയ്തതെന്ന് ആർക്കും ഒരു പിടിയില്ല. ഒരു കുഴപ്പമില്ല, വീട്ടിൽ നല്ല സ്വഭാവമാണ്. അപ്പൊ അന്വേഷിച്ചപ്പോഴാ മനസ്സിലായത്, ഇവൻ ഈ കോളയാട് സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു 50,000 രൂപ. എന്നിട്ട് ഓണം ബമ്പറിന്റെ 100 ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് 500 രൂപ, 100 ടിക്കറ്റിന് 50,000 രൂപയ്ക്കും ടിക്കറ്റ് എടുത്തു. എന്നിട്ട് ദിവസം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കും, മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് ഈ രണ്ടും ഒന്നിനെ 50,000 ഒന്നിനെ അടുപ്പിച്ചേർന്നു. അവസാനം റിസൾട്ട് വന്ന് നോക്കുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് കുറെ നമ്പർ എടുത്താൽ കുറച്ച് പൈസ കിട്ടുമല്ലോ. 1,800 രൂപ കിട്ടി. ആകെ കിട്ടി 1,800 രൂപ. 50,000 രൂപ ലോൺ എടുക്കാൻ നിവൃത്തിയില്ല. ഇത്ര ദിവസം പ്രാർത്ഥിച്ചു, എനിക്കൊന്നും അടിച്ചില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ അവൻ ആത്മഹത്യ ചെയ്തു. ദൈവത്തിന് എന്താ പണി? ഇവന്റെ പ്രാർത്ഥന കണ്ടിട്ടും എഴുതിരി കത്തിക്കുന്നത് കണ്ടിട്ടും ദൈവം ഇവന്റെ ലോട്ടറിന്റെ നമ്പർ കുറിച്ചെടുത്തിട്ട് അത് സ്കാൻ ചെയ്തിട്ട് നേരെ തിരുവനന്തപുരത്ത് ലോട്ടറി ഓഫീസിൽ പോയി നറുക്കെടുക്കുന്ന മെഷീന്റെ ഉള്ളിൽ കയറിയിട്ട് ഇവന്റെ നമ്പർ നോക്കി തെറിപ്പിച്ചു കൊടുക്കുമോ ദൈവം? നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്ത ഒരു ദൈവത്തെ അറിയാവോ? നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ നമ്പർ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടിപ്പിച്ച ദൈവത്തിന്റെ പേര് കിലിക്ക സിനിമയിലെ രേവതി എന്നാണ്. ഓർമ്മയില്ലേ? ഇന്നസെന്റ് കിട്ടുണ്ണിയാട്ടാ കാമധേനുവിന്റെ ഫലം എന്ന് പറഞ്ഞിട്ട് നമ്പർ കുറിച്ച് വെച്ചിട്ട് ആ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് അല്ലേ? ഈ രേവതിന്റെ പണിയാ ദൈവം. ദൈവത്തോട് പ്രാർത്ഥിച്ചത് ആദ്യത്തെ പ്രാർത്ഥന ദൈവത്തോടല്ല, പ്രാർത്ഥിച്ചത് എന്താണെന്നറിയാം? ദൈവത്തോടല്ല. ആദ്യത്തെ പ്രാർത്ഥന വെളിച്ചം എന്റെ മനസ്സിൽ നിറച്ചാലും എന്നാണ്. എന്റെ മനസ്സിൽ വെളിച്ചം നിറച്ചാലും മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്തൂ എന്ന് പറഞ്ഞാണ് ആ മന്ത്രമെന്ന് വയലാർ രാമോർമ്മയുടെ ഒരു മനോഹരമായ സിനിമാ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ആന്തരിക വെളിച്ചം തേജസ്വിനാവധീതമസ്തു. ഉള്ളില് വെളിച്ചം നിറക്കണം. ഈ വെളിച്ചം ഉണ്ടായാൽ പിന്നെ നമുക്ക് മാ വിദ്യുഷാവഹി, ഒരാളും വിദ്വേഷത്തെ വഹിച്ചു പോവില്ല. വിദ്വേഷം ഉണ്ടാകുന്നതിന്റെ കാരണം ഉള്ളിൽ അന്ധകാരം ഉണ്ടാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം കുടുംബസംഗമങ്ങളിൽ വന്നിരുന്നിട്ട് തിരിച്ചു പോകുമ്പോ നല്ല ഭക്ഷണമായിരുന്നു, വയറ് നിറഞ്ഞു എന്നതല്ല, മനസ്സ് നിറയണം. എങ്ങനെയാ മനസ്സ് നിറയുക? ഇവിടെ ആളെ വന്ന പ്രസംഗം കേട്ടിട്ട് മനസ്സ് നിറയാനല്ല. നിങ്ങളുടെ മനസ്സ് നിറക്കാൻ നിങ്ങൾക്ക് കഴിയൂ. നിങ്ങളുടെ മനസ്സ് നിറക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് തുറന്നു വെക്കണം.
മനസ്സ് തുറക്കുക, മനസ്സ് നന്നാവുക. അതാ ആ മനസ്സ് നമുക്ക് രൂപപ്പെടുത്തി തന്നത് ആരാണ്? നമ്മുടെ മനസ്സ് നമ്മുടെ സ്വന്തമൊന്നുമല്ല. ആയിരത്താണ്ടുകളുമായിട്ടുള്ള മനുഷ്യ സംസ്കാരത്തിന്റെ വികാസത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാനിപ്പോ പറയുന്ന മലയാള ഭാഷ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തുകൊണ്ടാ? മലയാള ഭാഷ ഉണ്ടായതുകൊണ്ടാണ്. ആ ഭാഷ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കിയതല്ലോ. 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും തൂലികത്തുമ്പിലൂടെ, നാരായത്തുമ്പിലൂടെ, പേനത്തുമ്പിലൂടെ, നാവിൻ തുമ്പിലൂടെ എത്രയെത്ര ആളുകൾ, വടകരക്കാരനായ പുനത്തിൽ കുഞ്ഞബ്ദുള്ള മുതൽ നിങ്ങളുടെ നാട്ടുകാരനായ സോമൻ കടലൂര് മുതൽ, ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ പവിത്രം തീക്കുനിവ മുതൽ, അതിന്റെ അപ്പുറത്ത് പോയാൽ അക്ബർ കക്കട്ടിൽ മുതൽ, കോഴിക്കോട്ടേക്ക് പോയാൽ അങ്ങോട്ട് പോയാൽ തിക്കോടിയൻ മുതൽ എത്രയെത്ര ആളുകൾ, എസ്.കെ. പൊറ്റക്കാട് മുതൽ എത്രയെത്ര കവികളുടെ, സാഹിത്യകാരന്മാരുടെ കഥകളും കവിതകളും നോവലുകളും ലേഖനങ്ങളും വായിച്ചിട്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കാനുള്ള ഊർജം കിട്ടുന്നത്. അപ്പൊ നമ്മളാരും ഈ ഭാഷയൊന്നും നമ്മളെ സ്വന്തം, നമ്മുടെ മനസ്സ്, എന്റെ മനസ്സ് രൂപപ്പെട്ടത് ഞാൻ സ്വന്തം ഉണ്ടാക്കിയതല്ല, നമ്മളെല്ലാം ചേർന്നിട്ട്. ആ ചേർന്നുകൊണ്ട് മനസ്സ് വളർത്തണം. മനസ്സു നന്നാവട്ടെ. ഒരു നാട്ടുകാരൊരു മനസ്സാവണം. പാർട്ടി വേറെ ഉണ്ടാവും, മതം വേറെ ഉണ്ടാവും, ജാതി വേറെ ഉണ്ടാവും, സാമ്പത്തിക ശേഷി വേറെ ഉണ്ടാവും, ജോലി വേറെ ഉണ്ടാവും. പക്ഷെ ഒരു നാട്ടുകാർ ഒരു മനസ്സാവണം. മനസ്സു നന്നാവട്ടെ, മതമേതെങ്കിലുമാവട്ടെ, മാനവകൃത്തിൻ ജില്ലയിലെല്ലാം മാൺപുകൾ വിടരട്ടെ. പുതിയ പുതിയ പൊടിപ്പുകൾ ഉണ്ടാവണം. അപ്പോഴാണ് നമ്മൾ മനുഷ്യനായത്. മാനവൻ ആണ്. മാ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ചോദനകളെ എതിർക്കുന്ന മാ നിഷാദ. മാ അരുത്, നിന്റെ ശരീരത്തിന് വേണ്ടിയല്ല നീ ജീവിച്ചത്. ശരീരമല്ല പ്രധാനം. ശരീരം നോക്കിയിട്ടാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കേണ്ടത് പിണറായി വിജയനല്ല, തെച്ചിക്കാട്ട് രാമൻ തന്നെയാണ്. കാരണം അത്രയും തലയെടുപ്പുള്ള ഒരു ആന കേരളത്തിൽ വേറെയില്ല. ആനയെ ആരും മുഖ്യമന്ത്രിയാക്കുന്നില്ലല്ലോ. ശരീരത്തിനെ നോക്കിയിട്ടാണോ? നിങ്ങളുടെ മക്കളുടെ ശരീരത്തെ പോറ്റലാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള പണിയെന്ന് ധരിച്ചു പോയത് കൊണ്ടാണ് നമ്മുടെ മക്കള് ലക്ഷ്യമില്ലാതെ പോകുന്നത്. ലക്ഷ്യമെന്ന് ഈ റെസിഡൻസ് അസോസിയേഷന്റെ പേര് ശ്രദ്ധിക്കണേ. നമ്മുടെ കുട്ടികൾ ഇപ്പൊ പറയുന്നത് ലക്ഷ്യം വേണ്ടെന്നാ. അവർക്ക് ലക്ഷ്യം ഉണ്ടാക്കണം. നിങ്ങൾ എല്ലാം ഒരു എയറിലുള്ള ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ മെമ്പർഷിപ്പ് എടുത്തു ഇപ്പൊ തെളിച്ചേട്ടെ. ലയൺസിലും JCCയിലോ റോട്ടറിയിലും മെമ്പർഷിപ്പ് എടുത്ത സേവന പ്രവർത്തന. എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരു ക്ലബ്ബിൽ, അന്താരാഷ്ട്ര ക്ലബ്ബിൽ, എയർ സോഷ്യൽ മീഡിയ ക്ലബ്ബിൽ അവർ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. ആ മെമ്പർഷിപ്പ് എടുത്തവരെ നിങ്ങൾക്ക് കാണണോ? ഇപ്പൊ നോക്കോ, നിങ്ങളെ കുട്ടികൾ നോക്കോ. ഇല്ലുമിനാട്ടി, ഇല്ലുമിനാട്ടി കണ്ടോ കുട്ടികളെ മുഖം? അത് പറയുമ്പോഴേക്ക് കുട്ടികളെല്ലാം ബൾബ് കത്തിച്ചില്ലേ? ആ ക്ലബിലവര്. ആ ക്ലബിൽ ചേർന്നാൽ എന്താ കുടിക്കുന്നത്? കഞ്ഞിവെള്ളമല്ല, ഐസും വെള്ളമല്ല, പഞ്ചാര വെള്ളമല്ല, സർബത്ത്. എന്താ? കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്. എന്റെ അമ്മേ, രാക്ഷസന്മാരും കരിയും ഇബിലീസും ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല. ചോര കൊണ്ട് ജ്യൂസ് അടിച്ചിട്ട് സോഡാ സർബത്ത് അത് കുടിക്കുന്നത് പറഞ്ഞിട്ടാണ്. പേനാ കത്തി കൊണ്ട് വിദ്യാരംഭം കുറിച്ചവനെ, നിന്നെ പടച്ചവന് 10ൽ 10 മാർക്ക്. അതാ ഇപ്പോഴത്തെ പിള്ളേരെ പാട്ട്. അറിയാം, അവരറിയാതെ മാനവിക ബോധങ്ങളിൽ നിന്ന് ശരീരത്തിന്റെ ചോദനകളിലേക്ക് ഉയരുന്നു. അവരുടെ ശരീരമാണ് മുഖ്യം. മനുഷ്യനും മൃഗവും തമ്മിൽ എങ്ങനെയാ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? രൂപം കൊണ്ടാണ്. പശു പ്രസവിച്ച പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എണീറ്റോടും. നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസം കാത്താരല്ലേ ദോശ മറിച്ചിട്ട് കുമ്പിട്ട് കിടന്ന് LKGയിൽ അങ്ങനെ വാടി പോകുമ്പോൾക്ക് 3 വയസ്സാവും. 3ാമത്തെ വയസ്സിൽ പശു വെച്ചിട്ട് ഒരു അമ്മയായിട്ടുണ്ടാവില്ലേ? നമ്മളെ കുഞ്ഞുമക്കളെ നോക്കിയാട്ടെ. ഇതെല്ലാം 8 പഠിക്കുന്ന കുട്ടികളില്ലേ ഇടാ? ഇല്ലേ? മോളെത്രയല്ല പഠിക്കുന്നു? +2. ഞാൻ വെച്ച 8ല്ല. 8 പഠിക്കുന്ന ഒരു കുട്ടി വിചാരിക്കും എത്ര വയസ്സാവും? 13 വയസ്സ്. കുഞ്ഞുമോളല്ലേ മകൾ? എന്നാ 8 പഠിക്കുന്ന കുട്ടി 13 വയസ്സുള്ള ഒരു പശു ആണെങ്കിൽ ഇപ്പൊ 8 ഒമ്പ് പെറ്റിട്ടുണ്ടാവും അല്ലേ? അവരുടെ ശരീരം എത്ര വേഗം. അതിന് നേരത്തെ കിടന്ന മസിൽ കയറുന്നുണ്ടാ? മീൻപാച്ചൽ ഇളകുന്നുണ്ടാ? അതിന് മഴ കൊണ്ട് ജലദോഷം വരുന്നുണ്ടാ? ഒന്നുമില്ല. അതിന്റെ ശരീരം എത്ര പ്രതിരോധ ശേഷിയുള്ളത്.
അതിന് തിന്നാൻ കൊടുക്കുന്ന എന്തെങ്കിലും കഴുകിയിട്ടും പോയിച്ച് കൊടുക്കരുത്. എന്നിട്ട് മഞ്ഞപ്പിത്തം വരുന്നുണ്ട? വെറും വെള്ളം കുടിച്ച് തോട്ടിലെ വെള്ളം കുടിച്ചിട്ട് അതിന് മഞ്ഞപ്പിത്തം വരുന്നില്ലല്ലോ. വടകര മഞ്ഞപ്പിത്തം വ്യാപകമാണെന്ന് പറയുന്നത് ഇല്ലല്ലോ. നമ്മള് ചെറിയൊരു അയൽപ്പാറിൽ കൊള്ളുമ്പോൾക്ക് മൂക്കുന്ന് 11 കിഞ്ഞ് വരും. കണ്ടില്ലേ പിള്ളേരെ മൂക്കുന്ന് 11 ഇറങ്ങി വരും, 2 മൂക്കുന്ന് ഇറങ്ങി വരും. പണ്ടല്ലേ നമ്മള് ചെറുപ്പത്തിൽ എല്ലാത്തിനും ജലദോഷം. ഈ 11 കിഞ്ഞ് വരുമ്പോ കൈകൊണ്ട് ഇങ്ങനെ ഉണ്ടോ ഒരാൾക്കില്ല. ഇവിടെ ഉണ്ടാവും അച്ചില് വലിച്ച പോലത്തൊരു കാല. നല്ല പിള്ളേരെല്ലാം നല്ല ഡീസന്റാ അല്ലേ? പശുവിന് തിന്നാൻ എന്തെങ്കിലും നല്ല സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പശുവിന്റെ ചാണകം കലക്കി ഒഴിച്ചാൽ നല്ല വെള്ളരിക്ക കിട്ടും. എന്നാ വെള്ളരിക്ക പറിച്ചാൽ അതിന്റെ ചാണകം കലക്കിയിട്ടാണ് വെള്ളരിക്ക കിട്ടി. അതുകൊണ്ട് ഒരു വെള്ളരിക്ക പശുവിന് കൊടുക്കലില്ല. ഉച്ചത്തിൽ മിടിക്കൊല്ലേ നീ എന്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ എന്ന് പാടുന്ന അമ്മയാണ് നമ്മുടെ കുട്ടികളെ മനുഷ്യക്കുട്ടിയാക്കുന്ന അമ്മ. അല്ലാതെ മൂര്യൻ തെളിക്കൂല. രാക്ഷസീയതയാണ്. നാദത്തെ ചുരുക്കി മനുഷ്യത്വത്തിലേക്ക് വരുന്നു, ഒച്ചയെ നാദമാക്കുന്നു. കിട്ടിയത് പങ്കുവെച്ചു കഴിച്ചു, സ്നേഹമുണ്ടായി, മക്കൾക്ക് കൊണ്ട കൊടുത്തു. ഭർത്താവ് ഭാര്യക്ക് പങ്കുവെച്ചു. പണ്ടല്ല പട്ടിണിയായിരുന്ന കാലഘട്ടത്തിൽ ആണുങ്ങൾ ചോറ് തിന്നും കണ്ടില്ല. പ്ലേറ്റില് ഒരു അരുവില് ഗ്രഹണം പറ്റിയ ചന്ദ്രനെ പോലെ ഒരരു ബാക്കി വെക്കും. എന്തിനാ? അത് വേറെ ആയിരിക്കൊന്നുമല്ല, അതൊന്നും നോക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ? എന്റെ ഭാര്യക്ക് ഭക്ഷണം കിട്ടാണ്ടായിക്കൊണ്ടാന്ന് വിചാരിച്ചിട്ട് അതെന്തൊരു സ്നേഹാണത്. ഇതൊക്കെ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അതൊന്നും കിട്ടുമല്ലോ. ഇപ്പൊ അങ്ങ് ബാക്കി വെച്ചോക്ക്. നിങ്ങളെ ബാക്കി തന്നെ ഞാനിടാതിന് അതൊന്നും ഇപ്പൊ തൊന്നില്ല പിള്ളേർ അല്ലേ? അതാണ് അത്തരത്തിൽ പങ്കുവെച്ചു കഴിച്ചു. ഒന്നാമത്തത് ചിന്ത. എന്താണ് ചിന്ത? നിങ്ങളെ വീട്ടിൽ ചിന്തയുണ്ടാ? ചിന്ത വളർത്താൻ ഒരു കവിത ചൊല്ലുക, ഒരു കവിത ചൊല്ലുവോ, ഒരു കഥ വായിക്കുവോ? സോമൻ കടലൂരിന്റെ കവിത വായിച്ചവർ എത്ര പേരുണ്ടെന്ന് കൈവക്ക്. സോമൻ കടലൂരിന്റെ കവിത വായിച്ചവർ എത്ര പേരുണ്ടെന്ന് കൈവക്ക്. ഈശ്വര, ഒരാളില്ല. ഞാൻ ഇന്ന് തന്നെ സോമനെ വിളിച്ചു പറയും. നിങ്ങളെ നാട്ടിലല്ലേ, നിങ്ങളൊരു കവിത പോലും വായിച്ചില്ല. ഞാനിപ്പോ അടുത്ത വായിച്ച ഏറ്റവും നന്നായി ആസ്വദിക്കുന്നതും പ്രസംഗിക്കുന്നതുമായ സോമൻ കടലൂരിന്റെ കവിതകളാണ്. നിങ്ങൾ വായിച്ചിട്ടില്ല. എന്തിനു പിന്നെ നിങ്ങളെ വീട് കൊട്ടാരുണ്ടാക്കി വെച്ച് തിന്നാ കിടന്നുറങ്ങാ, കക്കൂസ് പോവാ, മക്കളുണ്ടാക്കുക. ഈ പണിയെടുക്കാൻ മനുഷ്യന്റെ വീട് ഇല്ലേ? ഇതാന് വേണ്ടിയാണോ? നിങ്ങളുടെ വീട് തിന്നുന്ന ഹോട്ടലാണോ? നിങ്ങളുടെ വീട് ഉറങ്ങുന്ന ലോഡ്ജാണോ? നിങ്ങളുടെ വീട് കംഫർട്ട് സ്റ്റേഷനാണോ പഞ്ചായത്തിന്റെ? അല്ലേ? പണ്ടല്ലോ ആത്തുനിന്ന് തിന്നിട്ട് പുറത്തു പോയി തൂറി. ഇപ്പൊ പുറത്തുനിന്ന് തിന്നിട്ട് ആത്ത് വന്ന് തൂറുന്നു അല്ലേ? ഇതാണ് എന്ത് വീടാണ്? വെളിച്ചം വളർത്തണ്ടേ? ചിന്ത വേണ്ടേ? നിങ്ങളുടെ മക്കളുടെ ശരീരത്തെ ഇങ്ങനെ വളർത്തിയിട്ട് ഇതാവോ ന്യൂ ഇയർ വരുന്നു, അല്ലെ ക്രിസ്മസ് വരുന്നു, ഓണം വരുന്നു, നല്ലോണം തിന്നൂട് മോനെ, കോഴിക്കെല്ലാം ഭയങ്കര ബലിയാണ്, ഇതിന്റെ ചന്തിമെന്ന് കുറച്ച് ഇറച്ചി അരിയാന്ന് വെച്ചിട്ട് മക്കളെ പോയിട്ടിട്ട് കാര്യമുണ്ടോ? ഇവിടെ കോഴിനെയും ആടിനെയും പോയിട്ട് ഇറച്ചി വിൽക്ക, പശുവിനെ പോയിട്ട് കറന്നു വിൽക്കുക. നമ്മളെ മക്കളുടെ ശരീരത്തെ മാത്രം വളർത്തിയിട്ടൊന്നും വിൽക്കാൻ പറ്റുമോ? കണ്ടിടത്ത് ഒറ്റ ഒരു കരയെന്നാണ് ചോദിച്ചു. സൂത്തി ചോദിച്ചു, എന്താണ് നീ കരയുന്നത്? ഞാനൊരു പൂമ്പാറ്റയായി മാറിയതായിട്ട് സ്വപ്നം കണ്ടു. ആയിക്കോട്ടെ, അതിനെന്താ, നല്ലതല്ലേ? പുലർകാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി. ആയിക്കോട്ടെ, അതിനെന്താ? ഇപ്പൊ നീ മനുഷ്യനായില്ലേ? ആയി, പിന്നെ ഇതിനെ കരയുന്നു? അല്ല, എനിക്കൊരു സംശയം. എന്താ? സത്യത്തിൽ ഞാൻ പൂമ്പാറ്റയാണ്, ഞാൻ മനുഷ്യനായിട്ട് പൂമ്പാറ്റ സ്വപ്നം കാണുന്നതാണോ എന്ന് എനിക്കൊരു സംശയം. ഞാനിപ്പം മനുഷ്യനാണെന്ന് എന്റെ അറിവ്, ഞാൻ ഒറിജിനൽ പൂമ്പാറ്റയാണ്. പൂമ്പാറ്റന്റെ സ്വപ്നമാണോ എന്റെ ജീവിതം, ഞാൻ മനുഷ്യനായിട്ട്? എന്നൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. സ്വപ്നം കാണണം, സ്വപ്നം കാണണം, പുഞ്ചിരിക്കണം. പുഞ്ചിരിക്കേണ്ടത് വീടും പുഞ്ചിരിക്കണം, നമ്മളും പുഞ്ചിരിക്കണം. നമ്മൾ പുഞ്ചിരിക്കാൻ ചുണ്ട് വിടർത്തുക, വീട് പുഞ്ചിരിക്കാൻ വാതിൽ ഓർക്കുക. രാവിലെ എണീറ്റ ആദ്യത്തെ പണി എന്താ? നിങ്ങൾ രാവിലെ കണി കണ്ടത് എന്താന്ന് പറയട്ടെ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും കണി കണ്ടത് ക്ലോസറ്റാ. നോ, പ്രഭാതത്തെ പ്രകൃതിയെ കണി കാണും.
പ്രകാശത്തെയും പ്രഭാതത്തെയും പ്രകൃതിയെയും കണി കാണൂ. പുഞ്ചിരിക്കുക. ചിരിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ അടിയന്തരമായി സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക. ജീവിതത്തിലെ ദുഃഖങ്ങൾ ആലോചിച്ചിട്ട് ചിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ വിഡിത്തമാണ്. ദുഃഖമില്ലാത്ത മനുഷ്യനുണ്ടോ? കുടുംബത്തിൽ ആരെങ്കിലും മരിക്കാത്ത ആരും ഉണ്ടോ ഇവിടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ കാലത്ത് അയ്യോ മരിച്ചു എന്ന് പറഞ്ഞിരിക്കല. അന്നേരൊക്കെ അറിയാം. പിന്നെ ചിരിക്കുക. ചിരിക്കട്ടെ, ചിരിക്കുക. എവിടെയാണോ അവിടെ നിന്ന് വട്ടത്തിൽ നിന്ന് വർത്തമാനം പറയുന്നത്. ഈ മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ പിന്നെ വർത്തമാനം പറയുമ്പോൾ എന്തൊക്കെ ഏതെങ്കിലും പറയാം. ഇത് നോക്കിയിട്ട് പകുതി ഒരു കണ്ണിയിലായിരിക്കും. അതൊന്നും ഉണ്ടാകും. അതെല്ലാം ഭാഗത്ത് ടിവിയിൽ വെച്ചിട്ട് തിന്നുന്ന വീടില്ലേ, മൊബൈൽ നോക്കി തിന്നുന്ന വീടില്ലേ, വൃത്തികെട്ട വീടായിരിക്കും. ഇടത്തെ കൈമിൽ മൊബൈൽ നോക്കിയിട്ട് വലത്തെ കൈ കൊണ്ട് തിന്നുന്ന പിള്ളേരുണ്ടെങ്കിൽ അവന്റെ വൃത്തികെട്ട ശരീരവും വൃത്തികെട്ട മനസ്സുമായിരിക്കും. മനഃശാസ്ത്രം നോക്കിയിട്ടാ പറയുന്നത്. അതുകൊണ്ട് തിന്നും പങ്കു ഇതെല്ലാം ഒഴിവാക്കുക. ടി വി കാണുമ്പോൾ ഈ തിന്നലേ നടക്കും. അതുകൊണ്ടാണ് ടി വി കാണുമ്പോൾ വേറെ എന്തും പണി നടക്കും. ഇപ്പൊ നിങ്ങൾ റേഡിയോ വാങ്ങി നോക്ക്, എന്ത് പണിയും നടക്കും റേഡിയോ കേട്ടോളൂ. പക്ഷെ ടി വി കാണുമ്പോൾ ഒറ്റ പണിയാ നടക്കും, തിന്നല്. കാരണം എന്താ? കുഞ്ഞിന്റെ മാഷ് ഒരു കവിതയുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടല്ല. രാത്രി ചോറ് തിന്നോട്ട് പെട്ടെന്ന് കരണ്ട് പോയി. ആരെങ്കിലും വായി കാണായിട്ട് ചോറ് വാരി ചെവി കൊണ്ടാച്ചനാ നടക്കും. അപ്പൊ ടി വി നോക്കി ഇങ്ങനെ തിന്നുമ്പോ അതിൽ കൂറ വീണാൽ അത് മുളകാന്ന് വിചാരിച്ച് ചാരിച്ച് കുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഹൃദയം തുറന്ന് വർത്തമാനം പറയുമ്പോ നല്ലത് പറയാ. തൂങ്ങിച്ചത്തവും കണ്ട് തുള്ളിയ വർത്താനം പറയാനല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഹാർട്ടിന് സൂക്കേട് വരുന്നത് ഹൃദയം തുറന്ന് ചിരിക്കൂല, കരിയൂല എന്നുള്ളതുകൊണ്ടാണ്. കരയേണ്ട അടുത്ത് കരയണം, ചിരിക്കേണ്ട അടുത്ത് ചിരിക്കുകയും വേണം. ദേഷ്യം വരേണ്ടത് ദേഷ്യം വരണം. പക്ഷെ അളവ് കൂടി പോകുന്നു. ദേഷ്യം വരുമ്പോ അവനവനെ അടക്കാനുള്ള കരുത്തില്ലാത്തവന് ദേഷ്യം വരരുത്. സ്കൂളും വിട്ട് വന്ന കുട്ടികളോട് അരമണിക്കൂർ അവൻ പറയുന്നത് കേട്ടിരിക്കാൻ തയ്യാറാവുന്ന അമ്മമാരുണ്ടെങ്കിൽ ആ കുട്ടികൾ മയക്കുമരുന്നിന് അടിമയാവില്ല എന്ന് ഉറപ്പ്. സ്കൂളിലെ വിശേഷങ്ങളെല്ലാം പറയട്ടെ, കേട്ടിരിക്കുക. അതിലെല്ലാം കാര്യങ്ങൾ ഇടപെടരുത്. ഓൻ ചെല്ലിയ വലിയ തള്ളല്ല പറയൂ, വലിയ രാജവമ്പാലിനെ കണ്ടു എന്നല്ല പറയൂ. മിണ്ടാണ്ടിക്ക് നീർക്കോലിനെ കണ്ടിട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അതിന് മരുന്ന് കൊടുക്കരുത്. അവനത് പറയുമ്പോ തന്നെയാ എന്ന് പറയാ. അവനാണ് ഭാവിയിൽ കഥാകൃത്താവുക. കാരണം എല്ലാ കഥകളും തള്ളല്ലേ. സത്യമാണോ എന്തൊരു കഥ? എല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ. അത് ശീലം വേണം. പറയാനുള്ള പ്രേരണ കൊടുക്കുക. അവനോട് മുന്നോട്ട് കുനിയും. നമ്മുടെ ശരീരത്തിന്റെ ഭാഷ പലർക്കും അറിയില്ല. ശരീരഭാഷയാണ് പ്രധാനം. ഭർത്താവ് എങ്ങനെയല്ലോ കൂടിയിട്ട് കടപ്പുറത്ത് പോയിട്ട് ചോമ്പാലിൽ പോയിട്ട് കുറച്ച് മീൻ എങ്ങനെയല്ലോ സംഘടിപ്പിച്ച് വന്നു ചെന്ന് കയറുമ്പോ ഇതാ വാങ്ങീന് എന്ന് പറഞ്ഞു കേട്ടെ, വലിച്ചു ചാടാൻ തോന്നുന്നു. അയാളിത് വാങ്ങി കൊണ്ടക്കൊടുക്കുമ്പോ എന്തിനാ വാങ്ങുന്ന തിന്നാന്ന് വിചാരിച്ചിട്ടല്ല. ഇത് കൊണ്ടക്കൊടുമ്പോ കേട്ട അടിപൊളി മീനല്ലോ എന്ന് കേൾക്കാൻ മാത്രം വാങ്ങുന്നത്. അന്നേരാണ് ഇതാ വാങ്ങീന്, നീ ആരായി ഇവിടെ മുറിക്കുക എന്നെല്ലാം പറഞ്ഞാലല്ലേ തീർന്നു. അതുകൊണ്ട് ബോഡി ലാംഗ്വേജ് പണ്ടെല്ലാം പ്രണയം എന്ന് പറയുന്നത് ശരീരഭാഷയായിരുന്നു. പ്രപ്പോസ് സെറ്റാക്കലൊന്നും ഇല്ലെന്ന്. നോട്ടാണ്, ഒരു ചിരിയാണ്. ഒരു ചിരി കണ്ടാൽ അത് മതി. അന്ന് ചോദ്യം പൂർണ്ണേമ്പുമുഖിയോടമ്പലത്തിൽ വെച്ച് പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു. കൺമണി അതു കേട്ടു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വരച്ചു. ഈ കുട്ടികൾ സ്വഭാവ വൈകൃതങ്ങൾക്ക് അടിമയാകുന്നത് വീട്ടിൽ അച്ഛനും അമ്മയും എപ്പോ കീരി നോക്കണം. നിങ്ങൾ ബെഡ്റൂമിൽ ഭയങ്കര ഐക്യമായിട്ട് എന്ത് കാര്യം? മക്കളെ മുമ്പിൽ പരസ്പര ബഹുമാനത്തോടെ സംസാരിക്കട്ടെ. അടിമബോധമാണ് പലർക്കും. ഭാര്യമാർക്ക് ഉടമബോധമാണ് ഭർത്താവിന്. പരസ്പരം ബഹുമാനം കാണിക്കേണ്ടത്. ആ ബഹുമാനം കാണിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് നല്ല ബുദ്ധി ഉണ്ടാവും പറയുന്നത് കേട്ടോ. അതുകൊണ്ടൊന്ന് അടുത്തിരിക്കുക, തൊടണം. കല്യാണം കഴിഞ്ഞാലും പ്രേമിക്കുന്നത് മക്കൾ കാണട്ടെ. അച്ഛനും അമ്മയും മരണം വരെ പ്രേമിക്കണം. പ്രണയം എന്ന് പറഞ്ഞാൽ കല്യാണം വരെയുള്ള പരിപാടിയാ. ആരാ പറഞ്ഞു? നമ്മൾ അങ്ങനെ വിശ്വസിച്ചു പോയി. കല്യാണം വരെ ഐ ലവ് യു ഒരു പ്രാവശ്യം ദിവസം 3 നേരം അയക്കും. ഐ ലവ് യു. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു. എന്താ പറയാത്ത? തൊടണം. പ്രത്യേകിച്ച് വയോജനങ്ങളെ. അവർക്ക് ഭക്ഷണവും വസ്ത്രവും മരുന്നും മാത്രം കൊടുത്താൽ പോരാ. അവരുടെ അടുത്തിരുന്നിട്ട് ഒന്ന് ശരീരത്തെ തൊടണം. കാലെടുത്ത് മടിയിൽ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഭക്ഷണം വേണ്ട, വേറെ ഒന്നും വേണ്ട. പ്രധാനം അവർക്ക് നിങ്ങളുടെ സ്പർശമാണ്. അച്ഛാ, അമ്മേ എന്ന് പറഞ്ഞിട്ട് സ്പർശിക്കണം. നമുക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചോളൂ. നിങ്ങൾക്കെന്താ വേണ്ടത്? ഇങ്ങള് ഈ ഇങ്ങള് വാർത്താനുമില്ല. അച്ഛനും അമ്മേനെ ഇങ്ങളെന്ന് വിളിക്കരുത് കേട്ടോ.
അമ്മ അച്ഛൻ എന്താ വേണ്ടത്, അമ്മക്ക് എന്താ വേണ്ടെന്ന് പറഞ്ഞൂടെ, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കരുത് കേട്ടോ. അച്ഛ അമ്മ ആ വാക്കാണ് അവർ കൊതിക്കുന്നത്. അതാ. അപ്പൊ ടച്ച്, ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്താനം പറയണം. ഒരു വ്യക്തിത്വത്തിന്റെ ഊർജത്തിന്റെ ഉറവിടം കണ്ണല്ലേ. സ്വപ്നങ്ങൾ, പ്രതീക്ഷകളെല്ലാം കണ്ണിൽ, ദൈന്യതകളും അനുഭൂതികളും കണ്ണിലാണ്. ആ കണ്ണിൽ നോക്കണം. കണ്ണാണ് നമ്മുടെ പേഴ്സണാലിറ്റി. ഞാൻ ഇന്നലെ ഖത്തറിൽ നിന്ന് വന്നു. അവിടെ 2 പരിപാടി ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് എന്റെ കണ്ണിന്റെ ഫോട്ടോ എടുത്തു. തിരിച്ചു വരുമ്പോ വീണ്ടും കണ്ണിന്റെ ഫോട്ടോ എടുത്തു. കണ്ണ് അങ്ങോട്ട് പോയി, കണ്ണ് ഇങ്ങോട്ട് വന്നു. കറക്റ്റ്. പാസ്പോർട്ടിനേക്കാൾ അവർ വില കൊടുക്കുന്ന കണ്ണിനാണ്. ഒരാളുടെ കണ്ണ് പോലെ വേറെ ആയിരിക്കും ഉണ്ടാവില്ല. മോനോ മോളോ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു, വീടാ നമ്മളുണ്ടാകുമ്പോൾ എന്റെ അഭിപ്രായം ചോദിച്ചില്ല എന്ന വാക്ക് നിങ്ങളുടെ വീട്ടിൽ പറയരുത്. എന്റെ ഈ വീട്ടിലെ ചെലവ് ഞാനാണ് നടത്തുന്നത്, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കും എന്ന ഏകാധിപത്യ ബോധമാണ് പല കുട്ടികളെയും വീട്ടുകളിൽ നിന്ന് ഓടിയിട്ട് മയക്കുമരുന്നിന്റെ ചങ്കുകൾ ഗ്രൂപ്പിലേക്ക് പോകുന്നതിന്റെ കാരണം. അവർക്ക് അവരുടെ വ്യക്തിത്വത്തെ, പേഴ്സണാലിറ്റിയെ വീട്ടിൽ പരിഗണന കൊടുക്കാത്തതാണ്. തല മുതിർന്നാൽ, ഒരു നിശ്ചിത പ്രായത്തിയാൽ അവർക്ക് ബഹുമാനം കൊടുക്കണം, അവരെ വില കൊടുക്കണം. അവർ പറയുന്നത് ശരിയെങ്കിൽ ശരിയാണ്, നീ പറഞ്ഞത് സമ്മതിച്ചു കൊടുക്കണം. അതാണ് നോഡിങ്, തല കുലുക്കണം. അങ്ങനെ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകും. 2 പോയിന്റ്: 1 ചിന്ത, 2 കമ്മ്യൂണിക്കേഷൻ, 3 അധ്വാനം. പണിയെടുക്കണം. മടിയന്മാർ നമ്മളെ കുട്ടികൾ. നിങ്ങളെ കുട്ടികൾക്ക് തയ്യാറുണ്ടോ എന്നൊരു കാര്യം നിങ്ങൾ ഉദ്ദേശിച്ചു. എന്തൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ കുറച്ച് ചെയ്യട്ടെ എന്ന് പറയുന്ന സൂക്കേട് തുടങ്ങി. അമ്മേ ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ എനർജറ്റിക്കാ. ഈ കുറച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞ സൂക്കേട് ഇവൻ പഠിപ്പിലും ആവും. ഇന്ന് പഠിക്കുന്നത് ഇന്ന് പഠിക്കാണ്ട് നാളെ ആക്കട്ടെ എന്ന് ചെയ്യും. നാളെ ഇതും കൂടി നാളത്തും കൂടി ആകുമ്പോൾ ഒരുപാടാവും. മറ്റന്നാളാക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യണം. അതുകൊണ്ട് മടിയന്മാരാവരുത്, എനർജറ്റിക് ആവും. മനുഷ്യൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. വേർപ്പൊഴുക്കാൻ എന്ത് ജോലിയും മാന്യതയുള്ളതാണ്. ഞാൻ ഖത്തറിലെ ഒരു പാരമ്പര്യ സൂക്കുണ്ട്, ഒരു ചാന്ദിനി ചൗക്ക് പോലെ പാരമ്പര്യ ചൗക്ക് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ കെട്ടിടത്തിന്റെ മോഡലാക്കിയിട്ട് പഴയ പരമ്പരാഗത ഭക്ഷണമെല്ലാം കഴിക്കുന്ന ഒരു സ്ഥലം. അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോ ഒരു മൗലവി ഒരു ഖത്തറിന്റെ ഡ്രസ്സെല്ലാം ധരിച്ചിട്ട് ഇങ്ങനെ ബലൂണ്, ഈ ഉള്ളിന്ന് കത്തുന്ന ബലൂണില്ലേ, അടിമലിന്റെ ഉള്ളിൽ ലൈറ്റിലുള്ള LED പഠിപ്പിച്ച ബലൂൺ വെക്കുന്നു, കുട്ടികൾക്ക് ബലൂൺ വെക്കുന്നു. അപ്പൊ ബലൂൺ വെക്കുന്ന മൗലവിനെ കണ്ട് പാസ് ചെയ്ത് പോയപ്പോ ഉടൻ തന്നെ, നിങ്ങൾ കണ്ണൂരാന്ന് ചോദിച്ചു. അമ്മ കേട്ടിപ്പോയി. അതേന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്താണ്. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളെ പ്രസംഗങ്ങളിൽ ഞാൻ യൂട്യൂബ് കണ്ടിട്ടുണ്ട്. ഒരു സെൽഫിയല്ലേ എടുത്തു. ഞാൻ ചോദിച്ചു എന്താ പണി? അയാൾ പാർലമെന്റിലെ ഉദ്യോഗസ്ഥനാണ്. അവിടെ പാർലമെന്റിലെ ഉദ്യോഗസ്ഥനാണ്. എന്നിട്ട് പറഞ്ഞു 3:30 ആകുമ്പോഴേക്ക് എന്റെ ഡ്യൂട്ടി കഴിയും. പിന്നെ വെറുതെ റൂമിൽ ഇരുന്നിട്ട് എന്താ, അതിനേക്കാൾ ശമ്പളം എനിക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഈ ബലൂൺ വെച്ചിട്ട് എന്ന് പറയാമോ. ഒരു മടിയില്ല, ഒരു മൗലവിയാണ് അദ്ദേഹം. അയാൾ ഒരു മടിയില്ല, അയാൾ തുറന്നു പറയുന്നു. എന്ത് പണിയെടുക്കാം എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്തണം. അതിന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കുറച്ച് പച്ചക്കറിയെല്ലാം നടാൻ കുട്ടികളെ കൂട്ടു. ഒരു 5 പയറിന്റെ വിത്ത് കൊടുത്തിട്ട് രാവിലെ പല്ല് തേച്ച് മുഖം കഴുകുന്ന വാഷ് ബേസിൽ കഴുകണ്ട. അവിടെ മുറ്റത്ത് തുമ്പിന്റെ അപ്പുറത്ത് കിണ്ടിയും വെള്ളം കൊണ്ടേക്കും. എന്നിട്ട് അവിടെ ആ പയർമണികൾ നട്ടിട്ട് കുറച്ച് വെണ്ണീരും ചാണകപ്പൊടി ഇട്ടിട്ട് അത് മുളച്ച് വരുമ്പോ ഇങ്ങനെ ഒരു തണ്ടും വിലങ്ങനെ 2 ഇലയും പ്ലസ് എന്താന്ന് കുട്ടി പഠിക്കട്ടെ. ഏറ്റവും മികച്ച കുട്ടി കർഷകൻ അവാർഡ് കിട്ടിയ കുട്ടിക്ക് സ്വീകരണം നടന്ന ഒരു സ്കൂളിൽ പ്രസംഗിക്കാൻ പോയാണ്. ആ കുട്ടി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു, എന്റെ അപ്പൂപ്പൻ എപ്പോഴും ഒരു പാട്ട് പാടിത്തരും, ആ പാട്ട് കേട്ടിട്ടാണ് ഞാൻ കൃഷിയിലേക്ക് ഇറങ്ങിയത്. നിങ്ങൾ കുട്ടികളെ കൂട്ടും മണ്ണ് തൊടാൻ പഠിപ്പിക്കുക. അവൻ എഞ്ചിനീയറോ എന്തോ ആവട്ടെ, പക്ഷെ ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും, ഏത് യന്ത്രവൽകൃത ലോകങ്ങളിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വിശുദ്ധിയും മണവും മമതയും ഇത്തിരി കൊന്നപ്പൂ എന്ന വൈലോപ്പള്ളിയുടെ വരി ഓർക്കുക. സ്വന്തം നാടിന്റെ മണവും മമതിയും വിശുദ്ധിയും ഓർക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. എന്താ കൊന്നപ്പൂവ്? എന്തുകൊണ്ട് പനിനീർ പൂവെന്നോ താമരപ്പൂവെന്നോ ചെമ്പരത്തി പൂവെന്നോ വൈലോപ്പള്ളി പറഞ്ഞില്ല?
കൊന്നപ്പൂവിന്റെ പ്രത്യേകത വസന്തകാലത്ത് വിരിയുന്ന പൂവല്ല. വേനലിൽ ഭൂമി കത്തിച്ച് ഉണങ്ങി നിൽക്കുമ്പോൾ ആ മണ്ണിന്റെ ഇടയിലൂടെ വേരുകൾ ഓടിച്ചിട്ട് എവിടെയാണ് ആർദ്രതയെന്ന് നോക്കിയിട്ട് വേനൽ ചൂടിൽ ഉരുകിയ മണ്ണിൽ വേരിറങ്ങി കണിക്കൊന്ന പൂ. പ്രതിസന്ധികളിലും പുഞ്ചിരിക്കാൻ പഠിപ്പിക്കുന്നു കൊന്നപ്പൂ നമ്മളെ. അതുകൊണ്ട് ആ കൊന്നപ്പൂ എന്ന് പറഞ്ഞു. അത്തരത്തിൽ അധ്വാനിക്കാൻ പഠിക്കുക. നാലാമത്തത് ഷെയറിംഗ്, പങ്കുവെക്കാൻ. എന്ത് എടുത്തു എന്നല്ല, എന്ത് കൊടുത്തു എന്നുള്ളതാണ്. പങ്കുവെക്കാൻ പഠിക്കുക. അവനവൻ ആവശ്യമുള്ളതും കഴിച്ച് അല്പം കൊടുക്കണം, സ്നേഹിക്കണം. അധിക സ്വാർത്ഥത വേണ്ട, കുറച്ചല്ല, പങ്കുവെക്കാൻ പഠിക്കുക. അഞ്ചാമത്തത് സൂക്ഷിച്ചു വെക്കണം, ധൂർത്തടിക്കരുത്. നമ്മൾ അധ്വാനിച്ച് കിട്ടുന്നത് മുഴുവൻ ഇന്നേക്ക് തന്നെ തീർക്കലല്ല, പക്ഷിമൃഗാദികൾക്ക് ഭാവി നീക്കിവെക്കുന്നില്ല. നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഭക്ഷണമായാലും ധനമായാലും ആവശ്യത്തിന് ഉപകരിക്കാൻ വിധത്തിൽ സൂക്ഷിച്ചു വെക്കുക. ഈ 5 ഘടകങ്ങൾ ചേർന്നപ്പോഴാണ് മനുഷ്യൻ കാട്ടാളത്വത്തിൽ നിന്ന് മാനവനിലേക്ക് മാറിയത്. ഈ 5 ഘടകങ്ങൾ വളർത്തണം.